ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് സോൾഡറിങ് സ്റ്റാൻഡാണിത്. നമുക്കിവിടെ കിട്ടുന്നതിൽ ഏറ്റവും നല്ല സ്റ്റാൻഡാണ്. ഞാൻ ഇതാ യൂസ് ചെയ്യണത് ഒത്തിരി വർഷങ്ങളായിട്ട്. നല്ല വെയിറ്റാണിത്. കാസ്റ്റിങ്ങാണ്, കാരണം നല്ല വെയിറ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു ടിപ്പ് തുടക്കാനായിട്ട് ഒരു പാഡും ഉണ്ടാവും. ഇത് നനച്ചിട്ട് വേണം തുടക്കാനായിട്ട്. ഞാനിങ്ങനെ യൂസ് ചെയ്യണത്. ഇത് വെള്ളം ഉണ്ടോ, ഇത് വെള്ളമാണ്. സ്പ്രേ നമ്മൾ വന്നിരിക്കുമ്പോൾ സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലാസ്സിലൊക്കെ എടുത്ത് ഒഴിക്കാൻ നേരത്തെ ഇത് താഴെ പോകും. അത് കാരണമാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഒത്തിരി നമുക്ക് ഒഴിക്കുമ്പോൾ ഒത്തിരി വീണ് പോകും. അപ്പോൾ എല്ലാം താഴെയെല്ലാം വിടും. അത് കാരണം ഇങ്ങനെ വെക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് നനവുണ്ടാവുമല്ലോ. അപ്പോൾ നനവ് പോകാൻ നേരത്ത് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതി. ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം പിടിക്കില്ല. ചെറിയ നനവുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് 2 ദിവസം ആയതുകൊണ്ട് അത് ഡ്രൈ ആയിപ്പോയത്. ഇല്ലെങ്കിൽ ഡെയിലി രാവിലെ വരുമ്പോൾ ചെറിയ നനവുണ്ടാവും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇത് 2 നെറ്റാണ് ഇതിനകത്ത്. ഔട്ടറിൽ ഒരെണ്ണമുണ്ട്, ഇന്നറിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ നമ്മൾ സോൾഡറിങ് ഇടാൻ നേരത്ത് ഇന്നറിലുണ്ടാവും. അത് ഇവിടെയൊന്നും മുട്ടൂല. അല്ല, ഇന്നറിൽ ഒരെണ്ണമുണ്ട്, മുട്ടൂല. അപ്പം ഇവിടെ ചൂടുണ്ടാവും, പക്ഷേ വയറൊന്നും ഉരുകില്ല. നമുക്ക് പ്രൊട്ടക്ഷനാണ്. നല്ല ചൂടുണ്ടാവും. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സ്പ്രിങ്ങാണ്. അപ്പോൾ നേരെ നമ്മൾ എന്തെങ്കിലും വയർ വീണ് നേരെ അപ്പോൾ സോൾഡറിങ് മുട്ടും. നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ടിപ്പ് നല്ല കളറായിട്ട് വരും. ഇപ്പോൾ ചൂടുണ്ട്. വെള്ളം ഇല്ലെങ്കിൽ ഇത് ഉരുകി പോകും. ഇത് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടും. ഇത് എക്സ്ട്രയും കിട്ടും. ഇത് സാധനം വാങ്ങാനായിട്ട് കിട്ടും. ഇങ്ങനെയാണ് അത് യൂസ് ചെയ്യണത്. എല്ലാ സോൾഡറിങ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വലിയ സോൾഡറിങ് എല്ലാം പോകും. അതിന് ഹോള് വലിയ ഹോളാണ്. എല്ലാം യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ അടുത്തത് നമ്മൾ എല്ലാവരും ഫ്ലെക്സ് യൂസ് ചെയ്യുമല്ലോ. ഈ ഫ്ലെക്സ് ഒരു കാരണവശാലും നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഫ്ലെക്സ് യൂസ് ചെയ്യാൻ പാടില്ല. അത് ആസിഡാണത്. ആസിഡ് നമ്മുടെ PCB എല്ലാം ദ്രവിച്ചു പോകും. PCB സോൾഡർ ചെയ്യാൻ നേരത്ത് അത് കെമിക്കലാണ്. കെമിക്കൽ എന്ന് പറഞ്ഞാൽ പക്ക ലാംഗ്വേജിൽ പറഞ്ഞാൽ കക്കൂസ് കഴുകണ ക്ലീനിങ് ആസിഡുണ്ട്. ഇത് ഇവർക്കറിയാം. അത് ടൈലൊക്കെ കഴുകാനായിട്ട്, ടൈൽ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ആസിഡ് യൂസ് ചെയ്യും. ഹാർഡ്വെയറിലൊക്കെ കിട്ടും. അത് നൈട്രിക് ആസിഡ് അങ്ങനെ എന്തോ ഒരു ആസിഡാണത്. ആ ആസിഡാണ് അതിനകത്തുള്ളത്. അത് നമ്മൾ ഞാൻ വാങ്ങാറില്ല. അത് കാരണം എൻ്റെ കയ്യിൽ ഇല്ല. അത് ഒരു മഞ്ഞ കളറുള്ള ഒരു വട്ടത്തിലൊരു ഇതുണ്ടാവുമല്ലോ, എല്ലാവരും യൂസ് ചെയ്യുന്ന ഫ്ലെക്സ്. ആ ഫ്ലെക്സ് ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. അത് ഉണ്ടെങ്കിൽ ആദ്യം അത് വലിച്ചെറിയുക. ഈ PCB എല്ലാം അതായത് അപ്പം സോൾഡർ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും, എല്ലാ കാര്യമെല്ലാം ശരി തന്നെ. പക്ഷേ കുറച്ച് നാൾ, ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ PCB എല്ലാം കറുപ്പ് കളറാവും. എന്നിട്ട് അടിയിൽ ഈ കോപ്പറെല്ലാം ദ്രവിക്കും. ദ്രവിച്ച് അടിയിൽ നിന്ന് ആ കണക്ഷനെ വിട്ടുപോകും. നമ്മളറിയില്ല. നമ്മളത് കത്തി കൊണ്ട് എന്തെങ്കിലും ചീവി നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ അടന്നിട്ട് വരും. അതാണ് അതിൻ്റെ പ്രോബ്ലം. പക്ക ആസിഡാണത്, അല്ലാണ്ട് ഫ്ലെക്സ് അല്ല. പണ്ട് ഫ്ലെക്സ് ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു ഇംഗ്ലണ്ടിൻ്റെ, അത് ഇവിടെ എനിക്കറിയില്ല. ഞാൻ ചെന്നൈയിലാണ് അത് വാങ്ങി യൂസ് ചെയ്യണത്. ഫ്രൈസോൾ എന്ന് പറഞ്ഞിട്ട്. അത് ഇപ്പോൾ ഞാൻ വാങ്ങാറില്ല. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഞാൻ പറഞ്ഞത്. അതിനാണ് ഞാൻ ഫ്ലെക്സിൻ്റെ കാര്യം പറഞ്ഞത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇവിടെ ഇതെല്ലാ നാട്ടുമരുന്ന് കടയിലും ഈ സാധനം കിട്ടും. ഇതിൻ്റെ പേര് അർപ്പൂസ്. ഞാനിങ്ങനെയാണ് യൂസ് ചെയ്യണത്. ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചേക്കും. ഇപ്പോൾ സ്റ്റീലാകുമ്പോൾ സോൾഡറിങ് പിടിക്കില്ലല്ലോ. അത് കാരണം സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെക്കും. അത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യണത്. ഇത് കറക്റ്റായിട്ട് സോൾഡറിങ്. ഇത് കെമിക്കൽ റിയാക്ഷൻ ഇല്ല, നാച്ചുറലാണ്. ഇത് മരത്തിനകത്ത് നിന്ന് എടുക്കുന്ന ഒരു ചാറാണ്. ഇതിൻ്റെ പേര് അർപ്പൂസ്. പച്ചമരുന്ന് കടയിൽ പോയി ചോദിച്ചാൽ മതി അർപ്പൂസ്. പണ്ടത്തെ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. പ്രായമുള്ളൊരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. അർപ്പൂസും ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഇതാണ് വാർണിഷ് അടിക്കുന്നത്. ഇങ്ങനെ ഇത് തിന്നറാണ്. തിന്നറിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉരുകി ഇങ്ങനെ ലിക്വിഡ് പോലെ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് വാർണിഷ്. പണ്ട് കതകയിലും ഫർണിച്ചറിലൊക്കെ അടിക്കുന്ന വാർണിഷ് ഇതാണ്. പക്ഷേ വാർണിഷ് ചെയ്യണത് ഇങ്ങനെയല്ല.
അത് വേറെ മെത്തേഡാണ്. അത് വേണമെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇത് ഞാൻ എൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. ചെയ്തെടുത്തെന്ന് പറഞ്ഞൊന്നുമില്ല, ഇത് കട്ടയായിട്ടോ അല്ലെങ്കിൽ പൊടിച്ചോ കുപ്പിയുടെ അകത്ത് ഇടുക, തിന്നർ ഒഴിച്ച് വെക്കുക. ഒഴിച്ച് വെച്ചാൽ ഇതിങ്ങനെ ഇരിക്കും, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം. അത് പറഞ്ഞുതരാം. ഇതാണ് അർപ്പൂസ്. ഒരു ഗോൾഡൻ കളറായിരിക്കും. അത് പൊട്ടിച്ച് കാണിച്ചു തരാം. എന്നാ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് അർപ്പൂസ്. നല്ല ഒരു സ്മെല്ലും ഉണ്ടാവും. ഇത് ഈ കുന്തിരിക്ക എടുക്കുന്ന പോലത്തെ മരത്തിൽ നിന്ന് എടുക്കുന്ന ചാറാണിത്. പണ്ട് മച്ചൊക്കെ വാർണിഷ് ചെയ്യണ ഈ സാധനം. ഇത് ഡീസലിനകത്ത് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഡീസലിനകത്തിട്ട് 1 കിലോ അർപ്പൂസോ 2 കിലോ അർപ്പൂസോ എടുത്തിട്ട് അത് അത്രയും തന്നെ ഡീസൽ വാങ്ങി ഡീസലിനകത്ത് ഇട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിക്കും. ഒത്തിരി തീ വെക്കാൻ പാടില്ല, കത്ത് പിടിക്കും ഡീസലായതുകൊണ്ട്. തിളപ്പിച്ച് ഒരു വെള്ള പുക വരുമ്പോഴത്തേക്കും നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് കഴിഞ്ഞ് ആറിക്കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വാർണിഷ് പോലെ യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും നല്ല വാർണിഷ്. ഇപ്പോൾ ആരും യൂസ് ചെയ്യണില്ല. ഇപ്പോൾ ഇത് മരുന്നിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പച്ചമരുന്ന് കടയിൽ കിട്ടുന്നത്. പല മരുന്നുകൾക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പർപ്പസിനുമുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ കാര്യം പറയാം. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ലിക്വിഡാക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ, ഇത് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് വരും. പക്ഷേ നിങ്ങൾ വിചാരിക്കണ പോലെയൊന്നുമല്ല. പഴയ ആളുകളൊക്കെ ഇതാണ് യൂസ് ചെയ്യണത്, അർപ്പൂസാണ് യൂസ് ചെയ്യണത് കേട്ടോ. അത് വലിയ കട്ട, ഇത്രയുള്ള കട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കട്ടയായിട്ട് തന്നെ വെക്കാം, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ ആ പാത്രത്തിൽ ഇട്ട് വെക്കാം, ഇങ്ങനെ യൂസ് ചെയ്യാം. ആ സ്റ്റീലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഒട്ടിപ്പിടിക്കുന്നതാണ്. ഇത് വാർണിഷ് ആയതുകൊണ്ട് ഭയങ്കര പശയുള്ളതാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ ബോർഡ് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ബോർഡ് നമ്മൾ അഴുക്കാണെന്ന് വെച്ചാൽ അപ്പോൾ ഫുള്ള് വാഷ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്ന തിന്നറാണ്. അപ്പോൾ തിന്നറിൽ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഇത് അഴുക്കാണെന്ന് വെച്ചാൽ ഇതിൽ അഴുക്കൊന്നുമില്ല. ഇത് നല്ല ബോർഡാണ്. ഇതൊരു AVRൻ്റെ റേഡിയോ ഇതാണ്, ഹാർമൺ ഗാർഡൻ്റെ റേഡിയോ ആണത്, AVRൻ്റെ നല്ല ബോർഡാണ്. ഞാൻ ഇപ്പോൾ കാണിക്കുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് അഴുക്കെല്ലാം കളയാം. അഴുക്കുണ്ടെങ്കിൽ അഴുക്കെല്ലാം കളയാം നമുക്ക്. അപ്പോൾ ഇതിലൊരു വാർണിഷ് ഉണ്ടാവും. എല്ലാ ബോർഡിനകത്തൊരു വാർണിഷ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല ബോർഡാണെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ തന്നെ വെക്കുക. അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ഷൈനിങ് ഉണ്ടാവും. ഷൈനിങ് കണ്ട. ഇപ്പോൾ ഇത് നമ്മൾ ഫുള്ള് തിന്നറിട്ട് വാഷ് ചെയ്ത് കളഞ്ഞ് ഈ വാർണിഷ് എല്ലാം പോയി. നമുക്ക് വേണമെങ്കിൽ ക്ലോത്ത് ഇട്ടിട്ട് ഇതിൻ്റെ മേലെ പ്ലെയിനായിട്ട് ക്ലോത്തോ അല്ലെങ്കിൽ വേസ്റ്റോ എന്തെങ്കിലും ഇട്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ ഈ വാർണിഷ് മുഴുവനും പോരും. നമ്മളിങ്ങനെ കൂടുതലിട്ട് ഇങ്ങനെ ചായച്ച് പിടിച്ചാൽ എല്ലാം ഒഴുകിപ്പോവും. അപ്പോൾ നമുക്ക് പിന്നെ വാർണിഷ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ബോർഡ് ചീത്തയായി പോകും. അതിനാണ് അവർ ബോർഡ് ചീത്താവേണ്ട, ബോർഡിൻ്റെ പ്രൊട്ടക്ഷനാണ് ആ വാർണിഷ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർണിഷ് ഇതുപോലെ കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചെടുക്കണം. കുറച്ച് ഇത്തിരി എടുത്ത് ഈ ബോർഡിൽ അപ്ലൈ ചെയ്യുക. അത്രയുള്ളൂ. തിന്നറ് ഇത് കട്ടിയാണെങ്കിൽ പെട്ടെന്ന് കട്ടിയാണെങ്കിൽ തിന്നറ് കുറച്ച് എടുക്കാം. ഇതിനായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല പുത്തൻ ബോർഡ് വാർണിഷ് അടിച്ച് പുതിയ ബോർഡ് പോലെ തിളങ്ങും. ഉണങ്ങി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ആ ബോർഡിന് പ്രൊട്ടക്ഷനാണത്. ബോർഡ് ഡാമേജ് ആകാണ്ടിരിക്കാനാണ് അവർ ഈ വാർണിഷ് അടിക്കുന്നത്. ഡാമേജ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ, ഈ മെയിനായിട്ട് കടലിൻ്റെ അരിയത്തൊക്കെ ഇരിക്കുന്നവരുടെ സെറ്റുകൾ കംപ്ലൈൻറ്റ് കൂടുതലായിരിക്കും. അത് കാരണം ഞാൻ ചോദിക്കും എവിടെയാണ് സ്ഥലം. അപ്പോൾ അവർക്ക് പറയാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ഡോക്ടർമാർ ചോദിക്കണ പോലെ വയറ്റിൽ നിന്ന് പോകണുണ്ടോ, ഇതൊക്കെ ചോദിക്കുമല്ലോ, ക്ഷീണമുണ്ടോ, മുട്ടുകാല് വേദനയുണ്ടോ, അതുപോലെ ചോദിക്കണ പോലെ ഞാൻ ഓരോരുത്തരടുത്ത് ചോദിക്കും എവിടെയാണ് സ്ഥലം. അതൊക്കെ ചോദിക്കുമ്പോൾ അവർ വേറെ വിധത്തിലാണ് ചിന്തിക്കണം. അതിനാണ് ചോദിക്കണം. അതായത് കടൽ, ഇപ്പോൾ വൈപ്പിൻ അവിടെയൊക്കെ ആ ഏരിയയിലൊക്കെ AVR ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ടാണ് ചോദിക്കണം. അപ്പോൾ എടുക്കാൻ എനിക്ക് മടിയാണ്. എന്താ വെച്ചാൽ എൻ്റെ SMD അയച്ചേക്കണ ലെഗ് ഫുള്ള് കറുത്ത് പോകും. കടൽ തീരത്തിലുള്ളവർക്ക് പ്രോബ്ലം. അപ്പോൾ പറഞ്ഞു തന്ന ഈ മോയ്സ്ചർ വരാണ്ടിരിക്കാനാണ് നമ്മൾ ഈ വാർണിഷ് ഇടുന്നത്. അപ്പോൾ നമ്മൾ വാർണിഷ് തുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഇതുപോലത്തെ പണികൾ വേറെ കിട്ടും. ബോർഡ് ദ്രവിച്ച് പോകും. ഉപ്പ് കാറ്റാണെങ്കിൽ പെട്ടെന്ന് പോകും. പെട്ടെന്ന് പറഞ്ഞാൽ 1 വർഷം കൊണ്ട് ദ്രവിക്കും. അതാണ് AVR ഒക്കെ മേടിച്ചാൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും കടൽ തീരത്തുള്ളവരുടെ. അപ്പോൾ ഇത് മനസ്സിലായില്ല. ഇതിൻ്റെ പേര് അർപ്പൂസ്, ആരും മറക്കണ്ട. പച്ചമരുന്ന് കടയിൽ പോയി ചോദിച്ചാൽ
അവർ തരും. 200 രൂപ എന്താണെന്ന് തോന്നുന്നു, ഞാൻ വാങ്ങിയിട്ട് പറയാമെന്നുള്ളത്. പക്ഷേ തീരാറായി, ഇത് ലാസ്റ്റ് പീസാണ്, വാങ്ങണം. 1 കിലോ മേടിച്ചാൽ. അപ്പോൾ അതിന് വാർണിഷിൻ്റെ പരിപാടി പല പണിയും ചെയ്യുന്നതുകൊണ്ട് അത് കാരണമാണ് ഇത് പെട്ടെന്ന് തീർന്നു പോകുന്നത്. അത് കാണിച്ചു തരാം. അത് സർവീസൊക്കെ തുടങ്ങുമ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെയുള്ള ഉപകാരങ്ങളൊക്കെ കാണിച്ചു തരാം. പല പണികളുണ്ട് അതുകൊണ്ട്. അപ്പോൾ നാളെ വേറൊരു പുതിയ ഐറ്റമാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്റ്റീല് സോൾഡറിങ് പിടിക്കില്ലെന്ന് പറഞ്ഞില്ലേ. സോൾഡറിങ് സ്റ്റീല് പിടിക്കില്ല, സ്റ്റീലിൽ സോൾഡറിങ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഞാൻ നാളെ സ്റ്റീലിൽ എങ്ങനെയാണ് സോൾഡർ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരണം, മറക്കരുത്. അതാണ്, ഇതൊക്കെ ആർക്കും അറിയാൻ പാടില്ലാത്ത സംഭവമാണ്. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ പറ, നാളെ കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റീലെ സോൾഡർ ചെയ്യണം. ഈ സ്റ്റീൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റീലിൽ ഇതുണ്ടോ, സ്റ്റീല് പിടിക്കില്ല, അത് എന്ത് നല്ല പിടിക്കില്ല. അതെങ്ങനെ സോൾഡർ ചെയ്യണം കാണിച്ചു തരാം. അപ്പോൾ നാളെ ഓക്കെ. അപ്പോൾ ബൈ, ജയ് ഹിന്ദ്.